ഹലോ ഹലോ, എല്ലാവർക്കും സുഖല്ലേ? റോസ് ബെൻ വ്ളോഗിൻ്റെ മിലാനോ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മിലാനോൻ്റെ ഫസ്റ്റ് ഡേ നല്ല പോലെ ഒരു 11,000 സ്റ്റെപ്പ്, അതായത് 11,000 സ്റ്റെപ്സോളം നടന്ന് ഉച്ചോട്ട് രാത്രി വരെ ഒന്ന് ഓർക്കണം. രാത്രി നല്ല ടയേർഡായിട്ട് പോയി കിടന്ന് ഉറങ്ങി. ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നെന്ന് വിചാരിച്ച് സൂപ്പറായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ തന്നെ ഞാൻ എണീറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ വീഡിയോ ഇട്ടു. അതിനുശേഷം 10 മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ കോഫി കൾച്ചർ ഭയങ്കര സൂപ്പറാട്ടോ. അതായത് നല്ല കോഫി, നല്ല ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള എക്ലിയർസ്, സ്നാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ചെറിയൊരു സ്ഥലത്ത് പോയിട്ട്, നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു സ്ഥലത്ത് പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ഓറഞ്ച് ജ്യൂസും ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ട്രാം പിടിച്ച്, നമ്മുടെ മഞ്ഞ നീല ട്രാമല്ലേ കുഞ്ഞ്, അതും പിടിച്ച് നമ്മൾ നേരെ സിറ്റിയിലേക്ക് എത്തി. യെസ്, ഇവിടെ നമ്മൾ വരുന്നത് ഒരു ഫേമസ് സാൻഡ്വിച്ച് പ്ലേസിലാണ്. അതായത് ഇത് ഷോപ്പിംഗ് ഏരിയ ആണ്, ഭയങ്കര ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് ഏരിയ അല്ല, നോർമൽ ഷോപ്പിംഗ് ഏരിയ ആണ്. അവിടെ ഈ പറഞ്ഞ സാൻഡ്വിച്ച് ടേക്ക് അവേ ഏരിയയിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് മിസ്സാക്കാതെ പോയി കഴിക്കേണ്ട ഒരു സ്ഥലമാണ്. That's the fashion now. That's good. No complaints. യെസ്, നിങ്ങൾ കേട്ടത് സത്യമായിട്ടോ. ഇവിടെ എല്ലാത്തിൻ്റെ കൂടെ പിസ്താഷ്യോ ഉണ്ട്. ഈവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ സ്വീറ്റ് ആൻഡ് ബട്ടർ മിക്സ് ചെയ്തിട്ടുള്ള പിസ്താഷ്യോ ഉണ്ട്. ക്രൊസോങ്ങിൻ്റെ ഒക്കെ ഇടയിൽ വെച്ചിട്ട് ഈ ജാമൊക്കെ വെക്കുന്ന പോലെ, ചോക്ലേറ്റ് ഒക്കെ വെക്കുന്ന പോലെ. പിന്നെ സാൻഡ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ സേവറി ആയിട്ടുള്ള പിസ്താഷ്യോൻ്റെ ക്രീം അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ ഇവിടെ പിസ്താഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ് കേട്ടോ. വിയേർഡാണ് കേൾക്കാൻ, ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ബെഞ്ചും സീറ്റും ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സിറ്റീൻ്റെ നടുക്ക് വന്നങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു. നല്ല വ്യൂ ആയിരുന്നു. ഡുവോമോ കത്തീഡ്രലിൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ ആ കത്തീഡ്രലിൻ്റെ സൈഡിൽ, അതായത് ഇതെല്ലാം ഒരേ ഏരിയയിലാണല്ലോ, ഇന്നലെ നിങ്ങൾ ഏകദേശം കണ്ടതാണല്ലോ. അപ്പോൾ കത്തീഡ്രലിൻ്റെ സൈഡിൽ മിലാനോയിൽ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അതായത് ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ആർക്കിടെക്ചറൽ മോണ്യുമെൻ്റ് ആണ്. ഇത് ഉള്ളിൽ കയറി കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഗുച്ചി, പ്രാഡ, ഓൾ ദ ഹെവി ബ്രാൻഡ് ലവേഴ്സ്, നിങ്ങൾ മിലാനോയിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഈ ബ്രാൻഡുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിതൊന്നും മേടിക്കാനുള്ള ഏർജ് ഭയങ്കരമായിട്ടൊന്നുമില്ല. എനിക്ക് ആകെയുള്ളത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്, ഓൾസോ സൺഗ്ലാസസും. അല്ലാതെ എനിക്ക് ബാഗ്സും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഒന്നും ഇതുവരെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി എല്ലാം മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബിക്കോസ് ഇത് ഒരു കാണാൻ തന്നെ ഒരു ചന്താണ്. ഈ എല്ലാ ബ്രാൻഡുകളും ഇങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ആന നിൽക്കണ പോലെ അവിടെ ഇങ്ങനെ നിൽക്കണതാണ്. യെസ്, ഇപ്പോൾ കണ്ടില്ലേ, ആ ചേർച്ചിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഒരു കോംപ്ലക്സ്. കുറേ ഔട്ട്ലെറ്റുകളും ഉണ്ട് കേട്ടോ. ഇപ്പം മിലാനോ സിറ്റിയിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ്സും ഉണ്ട് ഇതേ ബ്രാൻഡുകളുടെ. അപ്പോൾ നമുക്ക് നോർമൽ റീറ്റെയിൽ പ്രൈസിനേക്കാളും കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്, സെറാവലി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. എനിക്ക് എന്തായാലും അതൊന്നും ഷോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എയിമിലല്ല ഞാൻ അവിടെ പോയത്. എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡുവോമോ ചർച്ചിൽ കയറിയില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടുള്ളൂ. അതൊരു 500 years കൊണ്ടുണ്ടാക്കിയ ഒരു ചർച്ചാട്ടോ. മാർബിളിൻ്റെ ഒക്കെ ഒരു എപ്പിക് വർക്കുകളൊക്കെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മോണ്യുമെൻ്റ് ആണ്. അത് കണ്ടത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ലഞ്ച് കഴിച്ചു. ബിക്കോസ് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിരുന്നു, ചെറിയ രീതിയിൽ. അപ്പം ഞങ്ങളൊരു ലഞ്ച് കഴിച്ച് ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് പോയിട്ട് കിടന്നുറങ്ങാൻ തോന്നി. ബിക്കോസ് നമുക്ക് വൈകുന്നേരവും നടക്കണം. ആൻഡ് വി വെർ സോ ടയേർഡ്. ഇപ്പം തന്നെ ഈ ഒരു ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 12,000 സ്റ്റെപ്സോളം നടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ ഇറങ്ങി, നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങി. അവിടെ തന്നെ അടുത്തുള്ളൊരു നല്ലൊരു റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റുകളിലാണ് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ. ഫുഡിൻ്റെ ക്വാളിറ്റിയാണ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. പാവൽ എഗെയിൻ ഓർഡർ ചെയ്ത് വെയിലിൻ്റെ തന്നെ, അതായത് കുഞ്ഞു പശുവിൻ്റെ മീറ്റ്, അതിവിടെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അതിങ്ങനെ നമ്മുടെ KFC പോലത്തെ ഒരു സാധനമായിരുന്നു, അത്രയും വലുതാണ്. അപ്പം എനിക്കിങ്ങനെ വലിയ താല്പര്യമില്ല മീറ്റിനോടല്ല,
ആ ഒരു പരിവം താല്പര്യമില്ല. പിന്നെ ഞാൻ അഗെയിൻ സീ ഫുഡിലേക്ക് പോയി. At least once you like more your food than my food. Maybe. So good. It's really good. The sauce is very fresh. Usually I take the batter and then you're like... Yesterday I was feeling bad about you and I changed. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ വൈനാട്ടോ കുടിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ, മിലാനോയിൽ പോവാണെന്നുണ്ടെങ്കിൽ അപ്പറോൾ സ്പ്രിറ്റ്സ് എന്തായാലും കുടിക്കണം. ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഡ്രിങ്കാണ്. ഭയങ്കര ഓരോ റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ ബാറിലും പോകുമ്പം ഓരോ ടേസ്റ്റാണ്. എല്ലാം സെയിം സാധനം തന്നെ, പക്ഷേ എമൗണ്ട് ഓഫ് നമ്മുടെ ആൽക്കഹോൾ ഒഴിക്കുന്നതും ഒക്കെ ഉള്ളതിൻ്റെ ഡിഫറൻസും ഉണ്ട്, ടോണിക് ഒഴിക്കുന്നതിൻ്റെയൊക്കെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇറ്റ്സ് റിയലി റിയലി ഡിഫറെൻറ്റ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഒരു മൈൽഡ് ഡ്രിങ്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ രസമാണ്. അന്ന് രാത്രി തന്നെ നാവിഗില്ലി കവർ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതൊരു വില്ലേജാണ്, പക്ഷെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. ഞങ്ങൾക്ക് വേറൊരു വില്ലേജ് അന്ന് രാത്രി കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ നല്ല ടയർഡായതുകൊണ്ട് വി വെൻ ടു ഹോട്ടൽ, ബോട്ട് എ വൈൻ ആൻഡ് സീരീസും കണ്ട് ചില്ല് ചെയ്ത് കിടന്നുറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്, പക്ഷേ ചെക്ക് ഔട്ട് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു. ബട്ട് വി സ്റ്റാർട്ടഡ് പ്രിറ്റി ഏർലി. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് മെട്രോ എടുത്തു. സോ വെൻ എവർ യു സീ ആൻ എം സൈൻ സംവെയർ, ഇറ്റ്സ് എ മെട്രോ സ്റ്റേഷൻ, യു ക്യാൻ ടേക്ക് ദാറ്റ്. ഇതുപോലെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അത് ട്രെയിനിൻ്റെ ഉള്ളിലല്ല, നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യണം. അപ്പം നമ്മൾ വേറെ ആപ്ലിക്കേഷനൊന്നും വേണ്ട, എല്ലാം ഭയങ്കര എളുപ്പമാണ്. ഇത് കണ്ടോ, ഈ സൂപ്പർ ഹീറോ മൂവിയിലൊക്കെ ഉള്ള പോലത്തെ ഫൈറ്റ്സ് ഒക്കെ നടക്കുന്ന പോലത്തെ അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങളാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ബാഗൊക്കെ കൊണ്ടിട്ട് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ, സ്റ്റേഷൻ്റെ ഉള്ളിലല്ല, ആ പരിസരങ്ങളിലായിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അത് ഈ ഹോസ്റ്റൽസ് പോലത്തെ സ്ഥലങ്ങളാണ്. വീൽ ഗെറ്റ് എ ലോക്കർ, നമുക്ക് നമ്മുടെ ബാഗ് വെച്ച് അവിടെ തന്നെ പേ ചെയ്ത് നമുക്ക് ഇറങ്ങിപ്പോരാം. സോ വി വാണ്ടഡ് ടു കീപ്പ് ഇറ്റ് സംവെയർ നമ്മുടെ സ്റ്റേഷൻ്റെ അരികത്ത്. സോ തിരിച്ച് വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ സുഖമായിട്ട് പോയി എടുത്തിട്ട് ട്രെയിനിൽ കയറി പോകാമല്ലോ. സ്റ്റേഷൻ്റെ ഉള്ളിലല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മെട്രോയും എടുത്ത് നേരെ ഒരു 1/2 an hour 25 minutes ജേർണി കഴിഞ്ഞ് നമ്മളെത്തിയത് ഡയറക്റ്റ്ലി ടു നാവിഗില്ലിയാണ്. ഇറ്റ്സ് എൻ അമേസിങ് വില്ലേജ്. ഇഫ് യു ആർ ഗോയിങ് ദെയർ രാത്രി പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യണം, ബിക്കോസ് ദാറ്റ് ഇസ് പ്രിറ്റി ഫേമസ് ഫോർ ദ ലൈറ്റിങ്സ് ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് എവറിത്തിങ്. സോ വൈകുന്നേരം പോയിട്ട് രാത്രി തിരിച്ച് ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബട്ട് വി wanted to cover it because the day before നമുക്ക് പോകാൻ പറ്റിയില്ല. സോ ഇവിടെ നമുക്കിങ്ങനെ നമ്മുടെ വെനിസിലെ പോലത്തെ ഇങ്ങനത്തെ ലേക്കുകളും ഗൊണ്ടോല ബോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിലെ കൂടി ഇങ്ങനെ ചുമ്മാ നടന്ന് ഈ പറഞ്ഞ അപ്പറോൾ സ്പ്രിറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല വെതറുമായിരുന്നല്ലോ, ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ ടു സീ ദെയർ. ഇവിടെയാണ്, ദിസ് ഈസ് ദ പ്ലേസ്, കുറേ എന്താ പറയുക, ഹിസ്റ്ററി ഉള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ അതിലേ കൂടെ നടന്ന ആ സ്ട്രീറ്റ്സും റെസ്റ്റോറൻറ്റ് ഏരിയകളും ആ ലേക്കിൻ്റെ ഏരിയയും മാത്രമേ നമ്മൾ കവർ ചെയ്തുള്ളൂ. കുറേ ബിസി ആയിട്ടുള്ള ഏരിയകളുണ്ട്, ബിസി അല്ലാത്ത ഏരിയകളുണ്ട്. ബട്ട് ഈ ലേക്കിൻ്റെ ഭാഗത്ത് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഈ ലേക്കിൻ്റെ ഭാഗം ഭയങ്കര ഫേമസ് ആയിട്ട് നമുക്ക് പോയി നടക്കാം. എന്നിട്ട് നമ്മൾ പിന്നെയും ഒരു അപ്പറോൾ സ്പ്രിറ്റ്സ് അതിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച് ടേക്ക് അവേ ആയിട്ട് റോട്ടിൽ കൂടെ നമ്മൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ചെറിയ വില്ലേജ് ആട്ടോ. ഇവിടെ ഫുഡാണ് ഇവിടുത്തെ പ്രത്യേകത. റിസോർട്ടോ മിലാൻസെ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡും. ആ റിസോർട്ടോ ഇല്ലേ, ചീസൊക്കെ ഇല്ല. പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് റിസോർട്ടോ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര ചീസിൻ്റെ ഇൻറ്റൻസിറ്റി എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇതുകൊണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര രസമാണ്. ആൻഡ് കാണാനായിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നടക്കാനാണെങ്കിലും, വെറുതെ ആ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനല്ല, വെറുതെ ഒരു ഡ്രിങ്കുമായിട്ട് ഇരുന്ന്, എൻ്റെ കൊളീഗ് പറയുന്നുണ്ടായിരുന്നു, ഒരു ഇറ്റാലിയനാണ്, അവിടെ വെറുതെ ഇരുന്ന് റോട്ടിലേക്ക് നോക്കാൻ തന്നെ ഭംഗിയാണ്. ആൾക്കാർ നടന്നു പോകുന്നതും അവരുടെ ഫാഷൻ സെൻസും കാര്യങ്ങളൊക്കെ. വെറുതെ ഒരു 2 ദിവസം പോയിട്ട് വെറുതെ അതിലേക്കൂടെ നടന്നിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് വെറുതെ ആൾക്കാർ നോക്കിയിരിക്കാൻ തന്നെ സമയം പോകുന്നത് അറിയില്ല. യെസ്, ദെൻ വി ഹാഡ് ലഞ്ച് ഫ്രം എ നൈസ് റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ചും. ഞാനൊരു കോക്ടെയിലും ആണ് എടുത്തത്, അപ്പറോൾ സ്പ്രിറ്റ്സ് അല്ല അപ്പം എടുത്തത്.
ഞാൻ അഗെയിൻ സീ ഫുഡിലേക്ക് പോയി. ആൻഡ് അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെയും നടക്കാൻ തുടങ്ങി. ആൻഡ് അടുത്ത സ്ഥലത്ത് വന്ന് അപ്പറോൾ സ്പ്രിറ്റ്സ് കുടിച്ചു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ട്രെയിൻ കയറി സെൻട്രലിലെത്തി. ബാഗൊക്കെ എടുക്കാൻ വേണ്ടി നേരെ സിറ്റിയിലേക്ക് വന്നു. 6:10 വാസ് ആ ട്രെയിൻ ബാക്ക് ടു സ്യൂറിക് ഡയറക്റ്റ്ലി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബാഗും എടുത്ത് ഒരു കാപ്പി കുടിച്ചു, പിന്നെ ബാഗ് എടുത്തു. ദെൻ നമ്മൾ സ്റ്റേഷനിലേക്ക് പോയി, മെയിൻ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ നമ്മൾക്ക് ഓൾറെഡി ടിക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്കവിടെ എൻട്രൻസിൽ വന്ന് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറാം. സ്കാനിങ് വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് തന്നെ ആളിപ്പുണ്ട്, അയാൾ നമ്മൾ കയറ്റിവിടും. And there our train was not there because it was 20 minutes delayed. റിസർവേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ട്രെയിൻ വന്നപ്പം കയറിയിരുന്ന് ചില്ല് ചെയ്ത് സീരീസും കണ്ട് വീട്ടിലെത്തി. 2-3 ദിവസം പോയെന്ന് അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്ത് വരാൻ പറ്റിയ പ്ലേസ് ആട്ടോ മിലാനോ. I loved it. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.